മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ മലയാളി നെസ്സസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വേക്കൻസി റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് MLSP സ്റ്റാഫ് നഴ്സിൻ്റെ ഒരു അർജൻറ്റ് വേക്കൻസിയെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എവിടെയാണെന്നുള്ളത്. ഇത് വന്നിരിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. ഇപ്പോൾ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ സ്റ്റാഫ് നഴ്സ് വേക്കൻസിയിലേക്കാണ് അവർ റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻസ് ക്ഷണിച്ചിരിക്കുന്നത്. അത് ഫാസ്റ്റായിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് www.arogyakeeralam.gov.in എന്ന വെബ്സൈറ്റിൽ കൂടിയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഗൂഗിൾ ഫോം വഴിയാണ്. അതെങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കോൺടാക്ട് നമ്പർ ഇതാണ്. ഇത് മലപ്പുറം ഓഫീസിലെ നമ്പറാണ് 0483373013. ഈ നമ്പറിലേക്ക് നമ്മൾ വിളിക്കേണ്ടത് 8 AM to 5 PM ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ 2 നമ്പറിൽ വിളിക്കുക. ക്വാളിഫിക്കേഷൻസ് വരുന്നത് BSc നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ KNMC രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ GNM ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ KNMC രജിസ്ട്രേഷൻ പ്ലസ് അതിൻ്റെ കൂടെ 1 ഇയർ നമുക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവരെല്ലാം ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യുക. നല്ലൊരു വേക്കൻസിയാണ്. ഏജ് നമുക്ക് വരുന്നത് അപ് ടു 40 ഇയേഴ്സ് ആണ്. വേക്കൻസി ലാർജ് നമ്പർ ഓഫ് വേക്കൻസി ആണ്. 100 നമ്പേഴ്സ് ഓഫ് വേക്കൻസി ആണ് വരുന്നത്. സാലറി 20,500 ആണ്. നല്ലൊരു സാലറി റേഞ്ച് ആണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതിനായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. വേഗം സമയം കളയാതെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ ഇതിന് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പേ ഇതിനകത്ത് പറയുന്നത് നമ്മൾ ആ വെബ്സൈറ്റ് തുറക്കുമ്പോഴേ ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഫോർ NHM MLSP എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ BSc നഴ്സിംഗ്, കേരള നഴ്സിംഗ് മിഡ്വൈഫറി കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, GNM പ്ലസ് KNMC പ്ലസ് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. മാക്സിമം 40 ഇയേഴ്സ് ആണ്. 2025 40 ഇയേഴ്സ്. പിന്നെ മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് കോൺട്രാക്ട് ബേസിസ് ആണ്. വേക്കൻസി വരുന്നത് 100 ആണ്. ഞാൻ പറഞ്ഞ പോലെ സാലറി 20,500 ആണ്. ഇത് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സിന് മലയാളം റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അറിയണം. അതേപോലെ സബ്മിറ്റ് ഈ ഗൂഗിൾ ഫോം വഴിയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഡയറക്റ്റ് ആയിട്ടുള്ളതും ഹാർഡ് കോപ്പീസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അവർ സ്വീകരിക്കത്തില്ല. അതേപോലെ ആഫ്റ്റർ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ആസ് പെർ official notification only permitted to write exam or attend the interview. സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നന്നായിട്ട് എല്ലാവരും നോക്കിയിട്ടൊക്കെ അപ്ലൈ ചെയ്യുക. സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, പെർഫോമൻസ് ഇൻ ദ റിട്ടൺ എക്സാം വഴിയായിരിക്കും സെലക്ഷൻ വരുന്നത്. സെലക്ടഡ് കാൻഡിഡേറ്റ്സ് അവർ NHM സൈറ്റിൽ കൂടെ ഡയറക്റ്റായിട്ട് അറിയിക്കും. എക്സാം ഷോർട്ട് ലിസ്റ്റ് നമ്മുടെ ആരോഗ്യ കേരളത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിട്ടും. അതേപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് ഹെൽത്ത് ഫാമിലി വെൽഫെയർ സൊസൈറ്റിയാണ് ഈ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള, ഇൻകംപ്ലീറ്റ് ആണ്, അതേപോലെ തന്നെ ജെന്യുവൻ അല്ല എന്ന് തോന്നുവാണെങ്കിൽ സർട്ടിഫിക്കറ്റൊക്കെ അവർക്ക് ജെന്യുവൻ അല്ല എന്ന് തോന്നുവാണെങ്കിൽ അവരത് ക്യാൻസൽ ചെയ്യും കേട്ടോ. കാൻഡിഡേറ്റ് ഹാവിങ് നോട്ടിഫൈഡ് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഷാൽ ഓൺലി അപ്പിയർ ഫോർ ദ എക്സാമിനേഷൻ. അത് നമ്മൾ നോട്ടിഫൈ ചെയ്യും. പിന്നെ TA ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇൻ്റർവ്യൂ അവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്ക് മാത്രം ഇൻ്റർവ്യൂ ഹെൽഡ് ചെയ്യുന്നത് കേട്ടോ. ഓൾ കമ്മ്യൂണിക്കേഷൻസ് നമ്മുടെ ഇൻ്റർവ്യൂ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് NRHM MLPM @gmail.com എന്ന വെബ്സൈറ്റിൽ കൂടെ അവർ നമ്മുടെ ഇമെയിൽ IDയിലേക്ക് അയക്കും. അതേപോലെ തന്നെ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ബില്ലിംഗ് ടു വർക്ക് ഇൻ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ. മലപ്പുറത്ത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ഇതായിരിക്കണം. പോസ്റ്റ് ടെമ്പററി ആയിരിക്കും. പിന്നെ കാൻഡിഡേറ്റ് എവിടെയെങ്കിലും NHMൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ NOC പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ജനറൽ കണ്ടീഷൻസ് ടേംസും ഒക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വേഗം പോയി അപ്ലൈ ചെയ്തോളൂ. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇതെങ്ങനെയാണെന്ന് ഇനി നോക്കാം. ഗൂഗിൾ ഫോം വഴിയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിൾ ഫോമിൽ എത്തും.
അപ്പം അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പൂരിപ്പിക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതൊരു ഈസി മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമെയിൽ അവിടെ കൊടുത്തിരിക്കുന്നവരെ നമ്മുടെ ഇമെയിൽ ID അവിടെ കാണിക്കുക. അപ്പോൾ അത് നമ്മൾ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. നെയിം, അഡ്രസ്സ്, പിന്നെ റിസൈഡിങ് ഡിസ്ട്രിക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇൻ വിച്ച് ആപ്ലിക്കൻ്റ് സ്റ്റേയിങ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ അതിനകത്തുള്ള പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ വേറെ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളതാണെങ്കിൽ അതിൻ്റെ മുകളിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് പോർഷനിലായിട്ട് ഡിസ്ട്രിക്റ്റ് അതർ ദാൻ മലപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അതേപോലെ ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ള BSc നഴ്സിംഗ്, കേരള നഴ്സിംഗ് വിത്ത് ബൈ ഫ്രീ കൗൺസിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ GNM 1 ഇയർ എക്സ്പീരിയൻസ് അതാണെങ്കിൽ, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ PDF ആയിട്ട് ഇത് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ ഓപ്ഷൻ വെക്കാനുള്ള ഒരു ഇതുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് 3 ഹോസ്പിറ്റൽസ്, നമുക്ക് ഏരിയാസ്, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഓപ്ഷനായിട്ട് വെക്കാൻ സാധിക്കും. അതിൽ 3 കിട്ടണം എന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 25/7/25 ആണ്. 3 ഡേയ്സേ ഉള്ളൂ ഇനി. നിങ്ങളെല്ലാവരും അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്യുക. ഈസി മെത്തേഡല്ലേ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. എങ്ങനെയെങ്കിലും നമുക്കൊരു സർക്കാർ ജോലി എന്നുള്ളത് നമ്മുടെ എല്ലാവരും സ്വപ്നമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ ബൈ.